ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ എന്താണോ കഴിച്ചത് അതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്നോട് കുറച്ച് പേരിങ്ങനെ ആവശ്യപ്പെട്ടത് മൂലമാണ് ഞാൻ ഈ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാരും എനിക്ക് ലൈക്ക് തരുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എനിക്കൊരു ലൈക്ക് തരണേ. അപ്പോൾ അതിരാവിലെ തന്നെ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ ചൂടുവെള്ളമാണ് കുടിച്ചേട്ടോ. ഇത് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൻ്റെ ഡ്രിങ്കാണ് കുടിക്കുന്നത്. അതാണ് ഇപ്പം ഞാൻ പതിവായിട്ട് കുടിക്കുന്നത് അതിരാവിലെ. അതിനുശേഷം പിന്നെ കുറേ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7:30 ആയപ്പോഴത്തേക്കിനും കുറച്ച് കട്ടനിട്ട് അത് കുടിക്കുവാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കട്ടനൊക്കെ കുടിക്കുകയാണ് കേട്ടോ. കട്ടൻ കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ കട്ടൻ കുടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഒരു 8-8:30 ആയപ്പോഴത്തേക്കിനും 3 ദോശയും ചമ്മന്തി, വെള്ള ചമ്മന്തിയും കൂടെ ആണ് നമുക്കിന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം. അപ്പോൾ ഞാനും പാർത്തമ്മോനും കൂടി അത് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും 3 ദോശ വീതമാണ് കഴിക്കുന്നത്. 3 ദോശയും വെള്ള ചമ്മന്തിയായിരുന്നു. പിന്നെ ആ ഇരിക്കുന്ന കട്ടൻ പാർത്തമ്മോൻ്റെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 11:30 ആയപ്പോഴത്തേക്കും ഞാനൊരു ഡ്രിങ്ക് കുടിക്കും. അത് കുടിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ നന്നായിട്ട് മാറാനുള്ള, മുടി കൊഴിച്ചിലൊക്കെ മാറാനും വേണ്ടി ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ. ഇത് വെറും വയറ്റിലായിരുന്നു ഞാനിത് കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ മറ്റേ ഗ്ലൂട്ടാത്തയോൻ്റെ, ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൻ്റെ ആ ഒരു ടാബ്ലറ്റ് ഇട്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സമയം ഒന്ന് മാറ്റി. ഇപ്പോൾ ഏകദേശം ഒരു 11:30 കണ്ടോ, 11:34. സാധാരണ 11:30, ആ ഒരു 10:30 അല്ലെങ്കിൽ 11:30 ഇതിനിടയ്ക്ക് വെച്ച് എന്തായാലും ഞാനിത് കുടിക്കും. സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരാഴ്ച തന്നെ കുടിക്കുമ്പോഴത്തേക്കിനും നല്ല വ്യത്യാസം കണ്ടായിരുന്നു. അപ്പം ഞാൻ വേണമെങ്കിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു വെള്ളമാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുടിക്കട്ടെ. ചെറിയ ചൂടോടെ കുടിക്കുന്നത്. രാവിലെ വെറുമേറ്റാണെങ്കിൽ ഇച്ചിരി കൂടെ ചൂടോടെ കുടിക്കും. ഇതിപ്പം ഒത്തിരി സമയമായല്ലേ, അതുകൊണ്ട് ചെറിയ ചൂടോടെ കുടിക്കും. എന്നും കുടിക്കും. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പം, ഉച്ചയെന്ന് പറഞ്ഞാൽ 1 മണിയൊക്കെ ആയി. 1 മണി ആയപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിച്ചു. ചോറിൽ നിന്ന് മീൻ കറിയും മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ചെറിയ മത്തങ്ങ എല്ലാം കൂടെ വെച്ചിട്ടൊരു ഉടച്ചുകറി വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ സലാഡിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് ഇങ്ങനെ വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിനകത്തിട്ട് ഇങ്ങനെ വെച്ചേക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 2-2:30 ആയപ്പോഴത്തേനും പാർത്തമ്മോനാണെങ്കിൽ കടയിൽ പോയായിരുന്നു. കടയിൽ പാലൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ട് വന്നപ്പോൾ അവൻ ഈ പട്ടാണി ഉണ്ടല്ലോ, പട്ടാണിക്ക, അത് വറുത്തത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാനും പാർത്തമ്മോനും കൂടി ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കട്ടനും കൂടെ കുടിച്ചു. നമ്മൾ ചായ അങ്ങനെ അധികം കുടിക്കത്തില്ല കേട്ടോ. നമ്മൾ കട്ടനാണ് അധികം കുടിക്കുന്നതും. അങ്ങനെ 3 ബ്രെഡ് വീതമാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്തത്. 3 ബ്രെഡ് വീതം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കഴിച്ചു. കട്ടനും കൂടി. വൈകിട്ടായപ്പോൾ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്കപ്പഴം കൊണ്ട് തന്നായിരുന്നു. അങ്ങനെ ഇത് കഴിച്ച് ഇന്നത്തെ ഭക്ഷണം നമ്മുടെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പിന്നെ ചോറൊന്നും കഴിക്കാൻ നിന്നില്ല. ചക്കപ്പഴം കഴിച്ചപ്പോഴത്തേനും വയറ് നിറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം. അതുവരെയും ടാറ്റാ.